നല്ല വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പോയാലോ എന്ന് വെച്ചിരിക്കുമ്പോൾ രാകേഷ് ചേട്ടനും മുരളിയേട്ടനും പറഞ്ഞു നമുക്ക് പഴനി വരെ പോവാന്ന്. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, രാകേഷ് ചേട്ടൻ്റെ കാറെടുത്ത് ഫുൾ ടാങ്ക് എണ്ണ നേരെ വിട്ടു പഴനിക്ക്. ഞങ്ങൾ 4 പേരും നമ്മളങ്ങനെ പൊള്ളാച്ചി എത്തിയപ്പോൾ നല്ല തിരക്ക്, നല്ല ബ്ലോക്കെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ അവിടെ നിന്ന്. ഒന്നാമത് സൺഡേ അല്ലേ, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. മുരളിയേട്ടൻ ഫോണൊക്കെ എടുത്ത് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് 48 കിലോമീറ്റർ കേട്ടോ കറക്റ്റ് പഴനിയിലേക്ക് വരണത്. നമ്മൾ പോണ വഴിയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോസ് എടുത്തില്ല, നമ്മൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ പോണ വഴിക്ക് കണ്ടൊരു അമ്പലം, അത് നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളങ്ങനെ പഴനി എത്താറായി. ഇപ്പോൾ സമയം 7:30ആയി. നമ്മളത് ഏകദേശം പഴനി എത്താറായിട്ടുണ്ട്. നല്ല ബ്ലോക്കാട്ടോ ഈ സമയത്ത്, നല്ല തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു നമ്മൾ പോണ വഴിയിൽ. ബ്ലോക്കെല്ലാം കഴിഞ്ഞ് നമ്മളത് ഏകദേശം പഴനി എത്താറായി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ബ്ലോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് പഴനിയാണ്. നമ്മളത് ഏകദേശം അടിയിലെത്താറായിട്ടുണ്ട്. ഇനി നമ്മൾ റൂം നോക്കണം അവിടെ എത്തിയിട്ട്. നമ്മളങ്ങനെ കാറ് പാർക്ക് ചെയ്തിട്ട് റൂം ചെക്ക് ചെയ്യാൻ വന്നേക്കുക. അപ്പോൾ റൂം നമുക്കൊരു അണ്ണനാണ് കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ ആളുടെ കൂടെ ഞങ്ങൾ 4 പേരും റൂം ചെക്ക് ചെയ്യാൻ വേണ്ടി പോയേക്കുക. അപ്പോൾ ആൾ വന്ന് നമുക്ക് റൂമും കാര്യങ്ങളെല്ലാം തുറന്ന് തന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം വന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമായി. റൂമും കാര്യങ്ങളെല്ലാം നീറ്റുണ്ട്. അപ്പോൾ റൂമിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം മുരളിയേട്ടൻ ആളുടെ അടുത്ത് പറഞ്ഞ് സംസാരിച്ചിട്ട് റെഡിയാക്കി. ആളുടെ റേറ്റ് കൂട്ടി പറഞ്ഞു, പക്ഷേ മുരളിയേട്ടൻ അത് സംസാരിച്ച് കുറച്ച് അവർ സെറ്റാക്കി. അവരിപ്പോൾ കൂട്ടുകാരായി. പിന്നെ എല്ലാവരും ഫോണിൽ കളിക്കലായി, മുരളിയേട്ടനും രാകേഷേട്ടനും ഞാനും സേതുവേട്ടനും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടി നടക്കാൻ ഇറങ്ങി പുറത്തേക്ക്. രാകേഷേട്ടനും മുരളിയേട്ടനും എല്ലാവരും കൂടി. പിന്നെ ഞാൻ പിന്നെ എല്ലാവരും കേട്ട് വീഡിയോസൊക്കെ എടുത്ത് രാകേഷേട്ടൻ നിൽക്കുന്നുണ്ട് അവിടെ. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഭക്ഷണം കഴിക്കാൻ കയറി. ശരവണ ഭവനിലേക്കാണ് നമ്മൾ കയറിയത്. അപ്പോൾ അവിടെ ചെന്ന് ആൾ വന്ന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ 2 ചപ്പാത്തിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഭക്ഷണം കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഞങ്ങൾ റൗണ്ട് അടിച്ചിട്ട് അമ്പലത്തിൻ്റെ അടിയിൽ വന്ന് നിന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മധുരം കഴിക്കണമെന്നായി. അത് പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. ഓരോ പെട്ടി സ്വീറ്റ്സ് വാങ്ങി നേരെ റൂമിലേക്ക് പോയി.